ഹായ് ഓൾ, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് തുഷ് വ്ളോഗ്സ്. തുഷ് വ്ളോഗ്സിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വയനാട് ഒരു ട്രിപ്പ് പോയതിൻ്റെ ചെറിയ കുറേ വിശേഷങ്ങൾ ഈ ഒരു വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മൾ പോയാൽ മടുക്കാത്ത കുറച്ച് പ്ലേസുകളുണ്ട് അല്ലേ. അതിലുള്ളൊരു പ്ലേസാണ് വയനാട് എന്ന് പറയുന്നത്. എത്ര പോയാലും നമുക്ക് മടുക്കില്ല. വയനാട്, ഊട്ടി, കൊടൈക്കനാലൊന്നും മടുക്കാത്ത സ്ഥലമാണ് അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മളുടെ സന്തോഷ പ്രകടനമാണ് കേട്ടോ. വയനാട് അങ്ങോട്ട് ചുരം എത്തിയപ്പോണ്ടല്ലോ, ചുരം കയറി അവിടെ എത്തിയപ്പോൾ ഉള്ളൊരു സന്തോഷ പ്രകടനമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇവിടെ എല്ലാവരും നിന്നിട്ട് എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. പ്രകൃതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുക എന്ന് പറയില്ല, അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോകാൻ നിന്ന സ്ഥലം കുറുവാദ്വീപായിരുന്നു. അപ്പോൾ പക്ഷേ അവിടെ എത്തിയപ്പോൾ ചെറിയൊരു ട്വിസ്റ്റ് അവിടെ നടന്നു. ഞങ്ങൾ അങ്ങോട്ട് കയറി എത്തണ താമസമേ ഉള്ളൂ. അവിടെ നടന്ന ഫസ്റ്റത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ആന ഇറങ്ങിയിട്ട് അവിടെ ഒരാളെ എന്തോ പരിക്കേറ്റു, അങ്ങനെ എന്തോ ഒരു സീൻ അവിടെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മളവിടെ ഇറങ്ങാൻ കണ്ടപ്പം തന്നെ അവിടെ നിന്നുള്ള ആൾക്കാർ പറഞ്ഞു ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, നിങ്ങൾ നേരെ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുറുവാദ്വീപ് കണ്ട സന്തോഷം എന്ന് വെച്ചാൽ ആ ബോർഡ് കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ച് ഭയങ്കര യാത്രയെ അവിടുന്ന് വഴിയിലുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. കുറുവാദ്വീപ് പോകാൻ പറ്റാത്ത സന്തോഷമാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആ ഒരു സന്തോഷ പ്രകടനമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. എനിക്കും ഗംഗാമിസിനും എന്ത് പറ്റിയെന്ന് മനസ്സിലാവണില്ല. ഞങ്ങൾ എന്തായാലും അർമാദിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്നുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാത്ത യാത്രയായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ ബസ്സിൻ്റെ ഡ്രൈവർ പറയുന്നത്, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 900 കണ്ടി പോകാം. അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും നല്ല സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല, ട്രെക്കിംഗ് ഉണ്ട്, അതുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. ബസ്സിലുള്ള കുറച്ച് കോലാഹലമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഇത് നമ്മളുടെ കറുപ്പിനഴക് വെളുപ്പിനഴക് ആ പാട്ടുണ്ടല്ലോ, ആ പാട്ട് വെച്ചിട്ടുള്ള സോങ്ങാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്തായാലും നമ്മൾ മാക്സിമം വൈബാക്കി ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ 900 കണ്ടി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ട്രക്കിങ്ങിന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജീപ്പ് തന്നെ വേണം, കാരണം അതൊരു ഓഫ് റോഡ് പോലെയാണ്. അപ്പോൾ ഏകദേശം ഒരു 6, 7, 8 പേർക്കാണ്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 8 പേർക്ക് 1000 സംതിങ് റുപ്പീസാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോരോ സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയിട്ട് പോയി. ഞങ്ങൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ കാണുന്നില്ല, പറഞ്ഞാളെ അപ്പുറത്തെ പാതയിലേക്ക് എത്താം, യാത്ര ചെയ്യാം. അതെ, ഇങ്ങനെ നല്ലൊരു സ്വിംഗ് റൈഡർ ആവാം. ആദ്യം ഞങ്ങൾ രണ്ടുപേരും കൂടി സിപ്പ് ലൈനിൽ കയറാമെന്ന് വിചാരിച്ചു. സിപ്പ് ലൈനിൽ യൂഷ്വലി കയറുന്നതാണ്, പക്ഷെ എങ്കിലും ഒരു വൈബ്. നമ്മൾ നേരെ പോയത് ഗ്ലാസ് ബ്രിഡ്ജിന് അങ്ങോട്ടാട്ടോ. അപ്പോൾ ഇവരവിടെ വെയിറ്റ് ചെയ്യുന്നു. അവിടെ കണ്ടില്ലേ നീണ്ട് നിരന്ന് നിൽക്കുന്ന ഒരു ക്യൂ കാണാം. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ കണ്ട് ഭയങ്കര ഒരു അടിപൊളി, നമുക്ക് അങ്ങോട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിന്ന് നമുക്ക് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ആസ്വദിക്കാനുള്ളൊരു ടൈം തരുന്നില്ല അവർ. കാരണം നമ്മളവിടെ എത്തി, നമ്മൾ ജസ്റ്റ് ആ സൈഡിൽ പോയി നമ്മളൊന്ന് അവിടെ നിൽക്കുമ്പോഴേക്ക് അവിടെയുള്ള ആൾ പറയുന്നത് നിങ്ങൾ പോകുമെന്ന് പറയണ്ട. അതിൻ്റെ എന്തോ ആ ആറ്റിറ്റ്യൂഡ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണോ നമ്മളിതിൽ കയറുന്നത്, പക്ഷേ എങ്കിലും
പറയുക, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തോ എനിക്ക് അത്ര കണ്ട് താല്പര്യം തോന്നിയില്ല. എല്ലാവരുടെയും അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഒരു കുറച്ച് സമയമെങ്കിലും തരണമല്ലോ. നമ്മൾ ജസ്റ്റ് അവിടെ നിൽക്കുമ്പോഴേക്കും ആളിങ്ങനെ തട്ടിയിട്ട് പോ നിങ്ങൾ പോ എന്ന് പറഞ്ഞ് വെക്കുന്നൊരു ആറ്റിറ്റ്യൂഡിനോട് എനിക്ക് തീരെ യോജിപ്പ് തോന്നിയില്ല. ഇത് സത്യം പറയുകയാണെങ്കിൽ കുറേ കാലമായിട്ട് ഇതിൻ്റെ മുകളിൽ കയറണം എന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്. പക്ഷേ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് നല്ല ഒരു കാളൽ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എൻ്റെ ഫേസ് എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേ ജാസ്മിന് അങ്ങനത്തെ പേടിയോ കാര്യങ്ങളൊന്നുമില്ല. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ ഇത് എനിക്ക് മുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്തോന്നറിയില്ല, ഞങ്ങൾക്ക് തീരെ വെയിറ്റ് ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, താഴെയുള്ള ആൾക്കാർ അവിടുന്ന് നിങ്ങൾ അങ്ങോട്ട് നീങ്ങൂ ഇങ്ങോട്ട് നിൽക്കൂ, അവർക്ക് ബാലൻസ് ചെയ്യണമല്ലോ. നമ്മൾ ബാലൻസ് ആയിരുന്നാലല്ലേ അതിനൊരു ഇത് മേ ബി അതുകൊണ്ടായിരിക്കാം. നമ്മളെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങുന്നു ഇങ്ങോട്ട് നീങ്ങുന്നു, ഞങ്ങൾക്ക് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും എന്താ പറയുക, വൺ ടൈം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് കുറേ തമാശയും കാര്യങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ അടുത്തത് എങ്ങോട്ട് പോകണം എന്നുള്ള ആലോചനയിലായിരുന്നു. പക്ഷേ അതിൻ്റെ മുന്നേ നമുക്ക് ഭക്ഷണം കഴിക്കണം, ഉച്ചയായിട്ടുണ്ട്, ഫുഡൊക്കെ കഴിക്കണം. നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് നമ്മൾ സൈഡാക്കി വണ്ടിയൊക്കെ നിർത്തി ഭക്ഷണം കഴിക്കാനെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു നിന്നിരുന്നത്. പക്ഷേ അപ്പോഴാണ് അവിടെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടത്. അപ്പോൾ പിന്നെ അത് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് ഇതിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ പോയത് എന്നൂരിലേക്കായിരുന്നു. അപ്പോൾ എന്നൂർ ഇതേപോലെ തന്നെ നമ്മൾ ജീപ്പിൽ വേണം മുകളിലേക്ക് കയറി എത്താൻ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്നൂർ ഒരു നമ്മൾ ഫോട്ടോസിലും സ്റ്റാറ്റസുകളിലും മീൻസ് ഇങ്ങനെയൊക്കെ ആൾക്കാർ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്കവിടെ ചെന്നപ്പോഴാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വയനാട് നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ ഇവിടെ പോവാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നൂർ വിസിറ്റ് ചെയ്യണം. കാരണം നല്ലൊരു പ്ലേസാണ്.
പക്ഷേ ഞങ്ങളിത് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ അന്ന് ഭയങ്കര ആവേശത്തിൽ ഒരു 4-5 ടേക്കൊക്കെ എടുത്ത് ഞങ്ങൾ കളിച്ചൊക്കെ നോക്കിയിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ ഇട്ടില്ല. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ തിരിച്ചു വീട്ടിലേക്ക്. പിന്നെ വേറെ എവിടെയും പോകാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളുടെ ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.